അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങളാ അല്ലെങ്കിൽ സംസാരിക്കണ്ടേ അല്ലെങ്കിൽ അറിഞ്ഞിരണ്ടേ? നല്ലൊരു ക്വസ്റ്റ്യനാണ് ഭാഗ്യ ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഒരു 7 ഷെയറിങ്ങിലേക്ക് നമുക്ക് തിരിക്കാൻ പറ്റും. ഓക്കെ, ഒരു മാരേജ് ഫേസിൽ ബേസിക്കലി 7 ഷെയറിംഗ് ആണുള്ളത്. ഞാൻ ആദ്യം ആ 7 ഷെയറിങ്ങിൻ്റെ പേര് പറയാം, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാമതായി പറയുകയാണെങ്കിൽ ഫിസിക്കൽ സ്പേസ്, എവിടെ ജീവിക്കണം, ഞാൻ ജീവിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് മിനിമം റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ സ്പേസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സോഷ്യൽ ലൈഫ് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ പറഞ്ഞ ഒരു സെക്ഷൽ ലൈഫും ഫാമിലി പ്ലാനിങ്ങും അതിൽ ഷെയർ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഫിനാൻഷ്യൽ ആൻഡ് കരിയർ പ്ലാനിങ്സ്. ഓക്കെ, പേരൻറ്റിങ്. ഓക്കെ, ഇപ്പോൾ ചിലർക്ക് പാരൻറ്റിങ്ങിനോട് താല്പര്യം ഉണ്ടാവും, ചിലർക്ക് ഒരു കുട്ടി വേണ്ട എന്നൊക്കെ ഉള്ളൊരു ഡിസിഷൻ ഉള്ളവരായിരിക്കും. അപ്പോൾ അതും മാരേജിൻ്റെ ഒരു ചൂസിങ് ഫേസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ ഇൻലോ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഷെയറിങ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു 7 കാര്യങ്ങളാണ് ശരിക്കും ഒരു പ്രിപ്പറേറ്ററി ഫേസിൽ ഒരാൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്. അതിൽ എൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ്, മിനിമം എനിക്ക് ഈ ഓരോന്നിലും എന്തൊക്കെ വേണം, ഓക്കെ, മാക്സിമം എനിക്ക് എവിടം വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് എത്രത്തോളം അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു റിയലൈസേഷൻ, ആ ഒരു ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുടെ ഈ ആസ്പെക്റ്റിനെ മനസ്സിലാക്കാനും പറ്റുള്ളൂ.